ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു കേക്കിൻ്റെ മോഡലാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഗിവ് അവേ നടക്കുന്നുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് വീഡിയോയുടെ അവസാനവും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ വീഡിയോയുടെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതൊരു 1 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അതിനായിട്ട് 4 മുട്ടയും 1 കപ്പ് ഫ്ലോറും വെച്ചിട്ട് ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുത്തിട്ട് ഐസിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് സ്ട്രോബെറി ക്രഷും അതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റും ആണ്. ഇനി ഓരോ ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ 1 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അങ്ങനെ കേക്ക് മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാലറ്റ് നൈഫ് വെച്ചിട്ട് സൈഡിൽ ഇതേപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ടേൺ ടേബിൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗിവ് അവേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേക്കിൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യേണ്ട വിധം ഇങ്ങനെയാണ്: UK സ്പേസ് ഇട്ട ശേഷം നിങ്ങളുടെ ഫേവറേറ്റ് കേക്കിൻ്റെ നെയിം, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗിഫ്റ്റിൻ്റെ നെയിം. അപ്പോൾ ഗിഫ്റ്റിൻ്റെ നെയിം ഈ സ്ക്രീനിൽ കൊടുക്കുന്ന അതേ സ്പെല്ലിങ്ങോട് കൂടെ തന്നെ ഏതാണോ ആവശ്യം അത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പലരും വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു വശത്ത് വൈറ്റ് കളർ വിപ്പിംഗ് ക്രീമും മറ്റേ വശത്ത് പർപ്പിൾ കളർ ക്രീമും ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോസിൽ നമ്പർ 100ൻ്റെ 11 നമ്പർ നോസിലാണ്. അതിനുശേഷം ഇതേപോലെ ഫ്ലവർ വരച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലവർ വരക്കുന്നതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഓരോ ഫ്ലവറും ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ പെറ്റൽസ് പോലെയും വരച്ചു കൊടുക്കാം. ഇനി കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ക്രീം എടുത്തിട്ട് ഇതേപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ചെറിയ ചെറിയ ഡോട്ട് ആക്കി കൊടുക്കാം. ഇനി നെയിം എഴുതി കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് 2:1 എന്ന റേഷ്യോയിലാണ് ചോക്ലേറ്റും ക്രീമും എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.